കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ എതിരല്ലെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. കഴിഞ്ഞ ഒക്ടോബറിൽ മുഖ്യമന്ത്രിയും കേന്ദ്ര റെയിൽവേ മന്ത്രിയും ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി തലത്തിൽ യോഗങ്ങളും കത്തിടപാടുകളും റെയിൽവേയുമായി നടത്തിവരികയാണ്. റെയിൽവേയിൽ നിന്ന് അന്തിമ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, സിൽവർ ലൈൻ പാതയുമായി ബന്ധപ്പെട്ട് റെയിൽവേ കടുംപിടുത്തം പിടിക്കുന്ന സാഹചര്യത്തിലാണ് കെ റെയിലുമായി മുന്നോട്ട് തന്നെ എന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്നാണോ രേഖാമൂലമുള്ള മറുപടിയിൽ പറയുന്നത്? ദിവ്യ, അങ്ങനെ തന്നെയാണ്. കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യമാണ് മന്ത്രി വി അബ്ദുറഹിമാൻ നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പിന്നോട്ട് പോക്കിന് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു. ഈ പദ്ധതിയുടെ അലൈൻമെന്റിലടക്കം മാറ്റം വരുത്തിക്കൊണ്ട് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് മാറി ഒരു പുതിയൊരു തരത്തിലേക്ക് പോകാൻ സർക്കാർ ആലോചിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങൾ സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ അതിനിടയിലാണ് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മന്ത്രി വി അബ്ദുറഹിമാൻ രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത്. ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല, കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് എതിരാണെന്ന് അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി മന്ത്രി വി അബ്ദുറഹിമാൻ നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2024 ഒക്ടോബർ 16 മുഖ്യമന്ത്രിയും കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും കടുംപിടുത്തം പിടിക്കുന്നില്ല, കേന്ദ്ര സർക്കാർ അതിന് എതിർ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി മന്ത്രി വി അബ്ദുറഹിമാൻ നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ റെയിൽവേയുടെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അന്തിമ ഭരണാനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നൊരു കാര്യം കൂടിയാണ് മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചിരിക്കുന്നത്. അതായത് അലൈൻമെന്റ് പദ്ധതിയുടെ വിശദമായിട്ട് റിപ്പോർട്ട് അടക്കം ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലാണ്. അപ്പോൾ റെയിൽവേ മന്ത്രാലയം ഈ റിപ്പോർട്ട് വിശദമായി പഠിച്ചതിന് ശേഷം എപ്പോഴാണോ അന്തിമ അനുമതി നൽകുന്നത് അപ്പോൾ അതിന്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യം കൂടി മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ചില മാറ്റങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് നിയമസഭയിൽ പറയാതെ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് മന്ത്രി വി അബ്ദുറഹിമാൻ പറയുന്നത്. കേന്ദ്രം എതിരല്ല എന്ന് പറയുന്നതോടുകൂടി തന്നെ കേരളം ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും. നിലവിലേതാണ്ട് 63,000-ലധികം കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ആകെ ചിലവ്. അതിനകത്ത് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും മറ്റ് വ്യക്തികളിൽ നിന്നൊക്കെ എടുക്കുന്ന തുകയുണ്ട്. അതടക്കമുള്ള ചില കണക്കുകൾ മന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മന്ത്രി വി അബ്ദുറഹിമാൻ നിയമസഭയെ അറിയിച്ചിരിക്കുന്നത്. സിൽവർ ലൈനിൽ പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെ എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രം എതിരില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി വി അബ്ദുറഹിമാൻ നിയമസഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ പറയുന്നത്. വിവരങ്ങളാണ് ഷിജു കുര്യൻ നൽകിയത്.